എക്സ്ക്യൂസ് മീ മാഡം. വരൂ. തനൂജ അല്ലേ? അതെ മാഡം. എനിക്കിന്ന് ഒരുപാട് തിരക്കുള്ള ദിവസാ. ഒരു മീറ്റിംഗിന് വേണ്ടി പോണം. സാധാരണ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവർക്കേ അനുവാദം കൊടുക്കാറുള്ളൂ. മാഡം എന്തായാലും കുട്ടി ഇരിക്കൂ. താങ്ക് യു മാഡം. വന്ന കാര്യം ചുരുക്കി പെട്ടെന്നൊന്ന് പറയണം. എന്റെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണോ? ഞാൻ എന്റെ അമ്മയെ അന്വേഷിച്ചു വന്നതാ. എന്താ? മാഡം ചുരുക്കി പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു വനിതാ മന്ത്രി എന്ന നിലയ്ക്ക് ഒരു പെൺകുട്ടിയുടെ പ്രശ്നം തീർത്തു തരുമെന്ന് പ്രതീക്ഷിച്ച മാഡത്തിന്റെ അടുത്ത് ഞാൻ എത്തിയേ. എന്റെ അച്ഛൻ, അതായത് രാഷ്ട്രീയ നേതാവ് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തുമായും ബലരാമൻ സാറുമായും മാഡത്തിന് അടുപ്പമുണ്ടെന്നറിയാം. മാഡം, എനിക്കിത്രേ വേണ്ടൂ. എന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ മാഡം എന്നെ സഹായിക്കണം. എന്റെ അച്ഛനാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അമ്മ ആരാണെന്ന് പറയുന്നുമില്ല. ബലരാമൻ സാറ് ആദ്യം കുറച്ച് അനുകൂലമായിട്ട് നിന്നതാ. എനിക്ക് ബഹുമാനമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം സഹായിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് അത്ര നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കുട്ടിക്ക് ഞാൻ പിന്തുണ തരുന്നുണ്ട്. പക്ഷേ കോടതിയിൽ തെളിയിക്കപ്പെടാതെ സിദ്ധാർത്ഥ് സാറിനെയും വീട്ടുകാരെയൊന്നും ആക്ഷേപിക്കാൻ കുട്ടിക്ക് അവകാശമില്ല. ശരി മാഡം, ഞാനിനി അദ്ദേഹത്തിന് ശല്യമാവുന്നില്ല. ഇതെന്താ? എന്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിച്ച് തരണമെന്ന് മന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന അപേക്ഷയാ. മാഡം എന്നെ ഹെൽപ്പ് ചെയ്യണം. കുട്ടി, ഈ രീതിയിലൊരു അപേക്ഷയൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ കോടതിയിലാണ് മൂവ് ചെയ്യേണ്ടത്. അറിയാം മാഡം. DNA ടെസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുക്കുന്നുണ്ട്. എന്റെ വക്കീലാ ചോദിച്ചത്, അച്ഛനെക്കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതിയോ അമ്മയുടെ കാര്യം അറിയണ്ടേന്ന്. അന്ന് മുതലാ ഞാൻ അമ്മയെ അന്വേഷിച്ചു തുടങ്ങിയത്. എന്തുകൊണ്ടായിരിക്കും അമ്മ എന്നെ ഉപേക്ഷിച്ചത്? അമ്മ മരിച്ചു പോയിട്ടുണ്ടാവോ? അതോ അച്ഛൻ പറ്റിച്ചിട്ട് ഇപ്പൊ ഏതെങ്കിലും അനാഥാലയത്തിലുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും അലഞ്ഞു തിരിയാണോ? ഒന്നും അറിയില്ല. ഞാൻ അമ്മയെ അന്വേഷിച്ച് നടക്കുന്ന പോലെ അമ്മ എന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവോ? അറിയില്ല. ഒരിക്കൽ ചന്ദ്രോത്ത് വീട്ടിൽ ചെന്നപ്പോഴാ ബലരാമൻ സാറിനെ കാണുന്നത്. സാറും ഭാര്യയും എനിക്ക് വേണ്ടി എന്ന പോലെ സംസാരിച്ചു. പക്ഷെ പിന്നീട് ഒരു ദിവസം ബലരാമൻ സാറ് കുറെ രൂപയുമായി വന്നു. അച്ഛനെ, അതായത് സിദ്ധാർത്ഥൻ സാറിനെ ശല്യപ്പെടുത്തരുതെന്ന് പറയാൻ. മാഡം പറയൂ, അച്ഛനും അമ്മയ്ക്കും പകരമാവോ ഈ രൂപ? ആവില്ല. പക്ഷേ കുട്ടിയോട് ഒരു കാര്യം പറയാം. എന്താ മാഡം? ഒഫീഷ്യൽ സംസാരമല്ല, വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത്. പറഞ്ഞോളൂ മാഡം. സിദ്ധാർത്ഥ് സാർ എന്റെ ഗുരുനാഥൻ കൂടിയാ രാഷ്ട്രീയത്തിൽ. എനിക്കറിയാം മാഡം. 100% സത്യസന്ധനായ ഒരു മനുഷ്യനാ. കളങ്കമേ ഇല്ലാത്ത ഒരാൾ. കുട്ടിയുടെ പിതാവ് അദ്ദേഹമല്ലെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അല്ലെന്ന് തന്നെയാണ് അർത്ഥം. മാഡം എന്റെ അപേക്ഷയിൽ നടപടിയെടുക്കണം. അതിനൊരു മറുപടി കിട്ടുന്നവരെ സിദ്ധാർത്ഥൻ സാറ് തന്നെയായിരിക്കും എന്റെ അച്ഛൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.